സതീശനെ പോലെ ഇത്രയും പഠിച്ച കള്ളനായ ഒരു കപട രാഷ്ട്രീയക്കാരൻ കേരളത്തിൽ ഇല്ലെന്ന് പറയേണ്ടി വരികയാണ്. സ്വന്തം അധികാര നേട്ടത്തിന് വേണ്ടി എന്ത് നാറിയ കളി കളിക്കാനും അദ്ദേഹത്തിന് ഒരു ഉളുപ്പുമില്ല. അധികാരമാണ് പ്രധാന ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് സമാന്തര KPCC പ്രസിഡന്റ് കളിച്ചത്. ആ വിവരം പുറത്തു വന്നപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ച ഒരു വാചകമുണ്ട്. അതായത്, ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തും. കാര്യം തെറ്റുണ്ടെങ്കിൽ ഇല്ല എന്ന് വളരെ കൃത്യമായി ആ വരികൾക്കിടയിലുണ്ട്. പക്ഷേ പാർട്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനല്ലാതെ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുക്കുന്ന മറ്റാരോ ഒരാളുണ്ട്. ആ ഒരു കുത്തക എനിക്ക് മാത്രമുള്ളതാണ്. അത് മറ്റൊരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ആ പാർട്ടിക്ക് നല്ലതാണോ ചെയ്യുന്നതെന്നുള്ള ഒരു വിദഗ്ധ ഉപദേശം. കാര്യം ഞാൻ മാധ്യമങ്ങളെ വെച്ച് ഇമാതിരി നാറിയ കളികളൊക്കെ കളിക്കുന്നത് എൻ്റെ മാത്രം അവകാശമാണ്. അത് മറ്റുള്ളവർ ചെയ്താൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയിരിക്കും? ഇങ്ങനെ ഉള്ളത് ഇല്ലാത്തതും കൂടി ഇത് നിങ്ങളെ അപ്പം തന്നെ അറിയിക്കുന്നത് ആരാണെന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അന്വേഷിച്ചാൽ നന്നായിരിക്കും. അത്രയല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്തിനാ മെറിറ്റിലേക്ക് പോകുന്നത്? എന്തിനാ മെറിറ്റിലേക്ക്? അതൊക്കെ പാർട്ടിക്കകത്ത് നടന്നതും നടക്കാത്തതായ കാര്യങ്ങളാണ് നിങ്ങളുടെ മാധ്യമങ്ങളിൽ വന്നെ. അത് തന്നവരെ നിങ്ങൾ നോക്കിയാൽ മതി. അത് ആ വാർത്ത നിങ്ങൾക്ക് എത്തിച്ചു തന്നവരെ നിങ്ങൾ നോക്കിയാൽ മതി. അത് നിങ്ങൾ അന്വേഷിച്ചു, അത് പാർട്ടി അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിരുത്തും എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പങ്കെടുക്കാറുള്ളത്. ഇവിടെയും തീർന്നില്ല. അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ബാധിക്കാത്ത രീതിയിൽ സ്വന്തം ഫേസ്ബുക്കിലൂടെ സ്വയം വെള്ള പൂശാനുള്ള അദ്ദേഹത്തിൻ്റെ തൊലിക്കട്ടിയുണ്ടല്ലോ, അതാണ് ട്രേഡ് മാർക്ക്. എന്ത് വൃത്തികേട് കാണിച്ചതിന് ശേഷം ഞാൻ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കേരള ദൃശ്യമാധ്യമ രംഗത്തെ ചില വിരുദ്ധന്മാരെ ഉപയോഗിച്ച് എന്നെ തന്നെ വെള്ള പൂശാനുള്ള ശേഷി എന്താണെന്ന് ഇതിലൂടെ അദ്ദേഹം കാട്ടിത്തരുന്നുണ്ട്. വിമർശിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. വിമർശിക്കുന്ന കാര്യത്തിൽ ശരിയാണെങ്കിൽ നമ്മളത് തിരുത്തും. എല്ലാവരും, ഞാനടക്കം എല്ലാവരും തിരുത്തണം. ഇനി അവർ പറഞ്ഞാണ് തെറ്റാണെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അവർ പറഞ്ഞത് തെറ്റാണെന്ന്. പിന്നെ ഒറ്റ പ്രശ്നമുള്ളൂ, ഈ യോഗത്തിൽ പറഞ്ഞതും പറയാത്തതും കൂടി പുറത്ത് വാർത്ത കൊടുത്തത് ആരാണെന്ന് പറഞ്ഞാൽ അവർ പാർട്ടിയുടെ ബന്ധുക്കളാണെന്ന് അന്വേഷിച്ചാൽ മാത്രം മതി. കാര്യത്തിൽ വേറെ ഒന്നുമില്ല. അല്ല, അതിപ്പോൾ അവർ ഭാരവാഹികൾ നേരിട്ട് പ്രസിഡന്റിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് വെച്ചതായിരിക്കും. സാധാരണ വിളിക്കാറുണ്ട്, അതറിയില്ല, എനിക്കറിയില്ല. എനിക്ക് അതിലൊന്നും പരാതിയുള്ള ആളല്ല. അല്ല, അതൊന്നും എനിക്ക് പരാതിയുള്ള കാര്യങ്ങളല്ല. എനിക്ക് അത്തരം പരാതിയൊന്നുമില്ല. ഞാൻ സംഘടനാപരമായ ഒരു കാര്യങ്ങളും പുറത്തു പറയില്ല. സംഘടനാപരമായ ഇപ്പം ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഞാൻ വിമർശനത്തിന് അതീതനല്ല. ഞാൻ വിമർശനത്തിന് വിധേയമാകേണ്ട ആളാണ്, വിമർശിക്കപ്പെടാതെ പോകേണ്ട ആളല്ല. ഞാനൊരു തെറ്റ് ചെയ്താൽ അത് വിമർശിക്കണം. തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തും, കറക്റ്റായിട്ട് തിരുത്തും. അല്ലല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്തെങ്കിലും തീരുമാനത്തിൻ്റെ തെറ്റായ ഒരു സർക്കുലർ ഇറക്കിയിട്ടില്ല. അങ്ങനെ ഒരു സർക്കുലറേ ഇല്ല. ഒരു സർക്കിൾ ഇല്ല. ഞാൻ പറഞ്ഞേ, ഞാനിനി എന്തെങ്കിലും തെറ്റാണ് ഞാൻ ചെയ്തെങ്കിൽ ഞാനത് തിരുത്തും. പോരെ, എനിക്ക് ഒരു പരാതിയില്ല. എനിക്ക് ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് ഞാൻ പരിശോധിക്കും. ശരിയാണെങ്കിൽ ഞാൻ തിരുത്തും, തെറ്റാണെങ്കിൽ ഞാൻ അവരെ ബോധ്യപ്പെടുത്തും. അത് തെറ്റാണ്. അതല്ല ഞാൻ പറഞ്ഞത്. വിമർശനത്തിന് വിധേയനാണ് ഞാൻ. പാർട്ടിയല്ലേ വലുത്. എന്നെ വിമർശിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ മെക്കിട്ട് കയറാമോ? അത് കഴിഞ്ഞ ദിവസം അവസാനിച്ചു. ഇന്നിപ്പോൾ ട്രാക്ക് മാറ്റിക്കൊണ്ട് സർക്കാരിനെ പുലഭ്യം പറയാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതാണ്. കാര്യം അതങ്ങ് വിട്ടേക്കൂ, ആ വിഷയം കഴിഞ്ഞു എന്ന രീതിയിൽ. AICC ഇടപെടാൻ പോകുന്ന വിഷയമാണ്. പക്ഷേ മാധ്യമങ്ങളിലൂടെ സർക്കാരിനെതിരെ നിലകൊള്ളുന്ന ശക്തനായ KPCC പ്രസിഡന്റാണ്. കോൺഗ്രസിലെ വരുംകാല പ്രതീക്ഷയുള്ള ഏക വ്യക്തിത്വം താനാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു. പക്ഷേ ചോദ്യം വീണ്ടും കറങ്ങിത്തിരിഞ്ഞു വന്നു. അപ്പോൾ മറുപടി ഒന്ന് കേട്ടെ. ഇനി ഒരു കാര്യമില്ല. ഞാൻ ഇന്നലെ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാറില്ല. ഞാൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് എൻ്റെ മറുപടി പറഞ്ഞു. ഞാൻ വിമർശനത്തിന് അതീതനല്ല. ആർക്ക് വേണമെങ്കിലും എന്നെ വിമർശിക്കാം. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തും, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അല്ലല്ല, അത് എൻ്റെ തിരുത്തൽ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനത് ചെയ്തത്. ഇനി നോ മോർ ക്വസ്റ്റ്യൻസ് പ്ലീസ്. അത് സംഘടനാപരമായ കാര്യമാണ്. ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾക്ക്, പാർട്ടി പ്രവർത്തകർക്ക് വേദനയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവും എൻ്റെ നാവിൽ നിന്നുണ്ടാവില്ല. കണ്ടില്ലേ,
ഇത്രയും വലിയൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ അത് ഉന്നയിക്കുന്നതാരാണ്? സ്വന്തം പാർട്ടിക്കാർ. സ്വന്തം പാർട്ടിക്കാർ തനിക്കെതിരെ വാർത്താ മാധ്യമങ്ങളിൽ കൊടുത്തു. എന്തുകൊണ്ട്? സമാന്തര KPCC പ്രസിഡന്റ് കളിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രത്യേക സർക്കുലർ ഇറക്കി ഒരു പാർട്ടി സംവിധാനത്തിലൂടെ തിരഞ്ഞെടുത്ത ഒരാളെ വെറും ഉണ്ണാക്കനാക്കുന്ന പ്രവർത്തനം നടത്തിയതിന് ശേഷമുള്ള ന്യായീകരണം കേട്ടെ. ഞാനാണ് മിടുക്കനത്ര. ഞാൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തിരുത്തും. ഞാൻ വിമർശനത്തിന് അതീതനല്ലത്രേ. ആരെങ്കിലും ഒന്ന് വിമർശിച്ചാൽ ഈ മാടമ്പി മേനോൻ, ആ പഴയ ജാതി മാടമ്പിത്തരത്തിൻ്റെ സകല മാലിന്യങ്ങളും പേറുന്ന ഈ മേനോൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിലുള്ളവരെല്ലാം അരി ആഹാരമല്ലേ കഴിക്കുന്നത്? വിശ്വസിക്കണോ? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതുമാണല്ലോ യാഥാർത്ഥ്യം. ഇതേ കാര്യങ്ങളെല്ലാം ഇടതുപക്ഷത്തിനെതിരെയുള്ള വാർത്തകൾ പാർട്ടിക്കുള്ളിലത് പുറത്തു വന്നാൽ നമുക്ക് കൈകൊട്ടി ആഘോഷിക്കാമായിരുന്നു, അതിനെ കത്തിക്കാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ സ്കിപ്പ് ചെയ്യിക്കാൻ വേണ്ടി നടത്തുന്ന നാടകങ്ങൾ നോക്കൂ. ആ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ രക്തഓട്ടം നശിച്ചിരിക്കുന്ന ആ മുഖം തനിക്ക് കാര്യങ്ങൾ എതിരായിരിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ താൻ ചെയ്ത കള്ളക്കളികൾ കൈയോടെ പിടിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. ഒപ്പം നിൽക്കുന്ന ബാക്കിയുള്ളതെല്ലാം മരപ്പൊട്ടനും ഞാൻ ബുദ്ധിമാനുമാണ്. ആ മരപ്പൊട്ടന്മാരെ എല്ലാം കഴുത കളിപ്പിക്കാൻ എനിക്ക് നല്ല കഴിവുണ്ടെന്ന്. ആ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു നെറികെട്ട പ്രവർത്തനത്തിൻ്റെ വിവരങ്ങളാണ് പാർട്ടിയിലെ നേതാക്കന്മാർ തന്നെ ചോർത്തി ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വെളിയിൽ വന്നിരിക്കുന്നത്. അതിനാണ് ഇമാതിരി ന്യായീകരണം അടിച്ച് അതിൽ നിന്ന് ഊരാനും സ്വയം വെള്ളപൂശാനും ശ്രമിക്കുന്നത്. അപാര തൊലിക്കട്ടി തന്നെ.